എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മറ്റന്നാൾ പ്രതിച്ഛായ ഇറങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. ആക്ച്വലി 2020 തോന്നുന്നു. കൊറോണ എല്ലാം കഴിഞ്ഞിട്ടൊരു ലോക്ക്ഡൗൺ മാറിയ ഒരു സമയത്താണ് ആദ്യമായിട്ട് സാറിനെ കണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ അത് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ നീണ്ട് പോയി. സാറും വേറെ തിരക്കിലായിരുന്നു, ഞാനും വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എന്നാൽ ഇത് ചെയ്താലോ എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ബേസിക്കലി ഇതിനകത്ത് ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു കാര്യമാണ്. വളരെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സിനിമയിൽ എപ്പോഴും റിലേഷൻഷിപ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നന്നായിട്ട് വരിക. എനിക്കിതിനകത്ത് പല റിലേഷൻഷിപ്സിനും നല്ല ഡെപ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നായകൻ വില്ലൻ റിലേഷൻ ആണെങ്കിലും അച്ഛൻ മകനാണെങ്കിലും ചേട്ടനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്സ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്തൊരു കഥയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്താണ്. ഓരോ സീനും നല്ല ക്വാളിറ്റിയിൽ എടുക്കണം സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ സീനും നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സാറും ഗോപാലൻ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം സിനിമയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവും ഒന്നുമില്ല. അപ്പോൾ സിനിമ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമകൾ നല്ലത് വരട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ഞങ്ങളുടെ ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പലരും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയം ഈ സിനിമയിൽ പശ്ചാത്തലം മാത്രമാണ്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഫാമിലി ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ കഥയാണ്. നായകനും പ്രതിനായകനും തമ്മിലുള്ള ബന്ധം, പങ്കാളികൾക്കിടയിലുള്ള ബന്ധം, സുഹൃത്തുക്കൾക്കിടയിലെ ബന്ധം, രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകർക്കിടയിലെ ബന്ധം, അതൊക്കെയാണ് ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം അതിൻ്റെ പശ്ചാത്തലമാകുമ്പോൾ ചില അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ സിനിമ കടന്നു പോകും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് തിയേറ്ററിലെത്തുമ്പോൾ സിനിമ പൂർണ്ണമായും പ്രേക്ഷകരുടേതാണ്. അവരാണ് ഈ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. പൂർണ്ണമായും പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ചിത്രം വിടുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത 2 ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ പോളി, മറ്റൊന്ന് ഹരിശ്രീ അശോകൻ. അദ്ദേഹം ഇതിനകത്ത് വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷമാണ് ചെയ്യുന്നത്.